ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി തേങ്ങയൊന്നും ചേർക്കാത്ത ഇൻസ്റ്റൻറ്റ് മോരുകറിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഞാനിതൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. മോരുകറി റെഡിയാക്കാൻ വേണ്ടി തൈര് എടുത്തിട്ടുണ്ട്. കേട് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടിയാണ് ടോട്ടലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് തൈരിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത സാധാരണ റോസ്റ്റഡ് ആയിട്ടുള്ള അരിപ്പൊടി ചേർക്കാം. ഇത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കറി കുറച്ചുകൂടി ഒന്ന് കുറുകിയിരിക്കും. അതിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാൻ ടോട്ടലായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 കപ്പ് കൂടി ചേർത്ത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാക്കാം. ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ചേർത്ത് കൊടുക്കരുത്. മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുമാത്രമല്ല, ഈ സമയം മുതൽ നമുക്ക് തീ കുറച്ചാണ് വെക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഓപ്ഷണലാണ്. ചിലർക്ക് തക്കാളി ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അത് ഒഴിവാക്കാവുന്നതാണ്. തക്കാളി ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. തൈര് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നല്ല ചൂടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിലധികം നല്ല ചൂട് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ച് തൈരിലേക്ക് നല്ലതുപോലെ ആ ഒരു ചൂട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി കൂടി ചേർത്തത് കൊണ്ട് ഒന്ന് കുറുകിയിട്ടുള്ള ഒരു ചാറോട് കൂടിയിട്ട് കറി കിട്ടും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്കനുസരിച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എളുപ്പത്തിലുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അതുപോലെ വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്